ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലിനെ കുടിപ്പിച്ചു. ഇത് ഹാഗാർ ഒറ്റയ്ക്ക് ആയിപ്പോയപ്പോൾ ദൈവം അവൾക്ക് പ്രത്യക്ഷനാകുന്ന ഒരു ഭാഗമാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം ലഭിച്ച ഓരോരുത്തരെയും നാം എടുത്ത് പരിശോധിച്ച് നോക്കിയോ, അവരെല്ലാം ഒറ്റയ്ക്ക് ആയിപ്പോകുന്ന സന്ദർഭങ്ങൾ വളരെയുണ്ട്. യാക്കോബിന് വാഗ്ദത്തം ലഭിച്ചു, അപ്പൻ അനുഗ്രഹിച്ചു, പക്ഷേ അവൻ ഒറ്റയ്ക്ക് വനാന്തരത്തിലൂടെ ഓടേണ്ടതായിട്ട് വന്നു. യോസെഫിന് ദൈവത്തിൻ്റെ വാഗ്ദത്തം ലഭിച്ചു, സ്വപ്നങ്ങളെ കണ്ടു, പക്ഷേ അവൻ ഒറ്റയ്ക്ക് പൊട്ടക്കിണറ്റിൽ പോകേണ്ടതായിട്ട് വന്നു, ഒറ്റയ്ക്ക് ദീർഘദൂര പ്രയാണം ചെയ്യേണ്ടതായിട്ട് വന്നു. അതെ, ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം നമ്മുടെ മേൽ വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ ഒറ്റയ്ക്ക് പാതയിലൂടെ നടത്തുവാൻ തക്കവണ്ണം ഇടയായിട്ട് തരും. അത് നമ്മെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, നമുക്ക് മഹത്വകരമായ ഒരു പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു ട്രെയിനിങ് പീരീഡാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മോശയ്ക്ക് ദൈവം വാഗ്ദത്തം കൊടുത്തു. മോശ മരുഭൂമിയിൽ 40 വർഷം അലയേണ്ടതായിട്ട് വന്നു. ഓരോ ദൈവദാസന്മാരെ എടുത്ത് പരിശോധിച്ചാലും നമുക്കിത് കാണുവാൻ സാധിക്കും.